ഹായ്. നിങ്ങൾ ഒന്നുമല്ലാതിരുന്ന കാലത്ത് 50 100 കൈവച്ച് തന്നിട്ട് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളടാ, നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നാ മതി എന്ന് പറഞ്ഞ മനുഷ്യരില്ലേ? അവരിപ്പോൾ കൂടെ ഉണ്ടാ? അവർക്ക് നമ്മൾ ആ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. എല്ലാ സുഹൃത്തുക്കളും നിങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ പറഞ്ഞ കഥകളെല്ലാം കേട്ട് നിങ്ങളെ ആശ്വസിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഓരോ ദിവസത്തിനും ഊർജം തന്ന മനുഷ്യരില്ലേ? കൂട്ടുകാരെല്ലാം തിരിച്ചു വന്നില്ലേ? ആ മനുഷ്യരിപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷെ അവരറിയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ സന്തോഷങ്ങളും വിജയങ്ങളും ഒക്കെ അവരറിയുന്നുണ്ട്. പക്ഷെ അവരൊരിക്കലും വരില്ല. ഞാൻ നിന്നെ താങ്ങിയതല്ലേ എന്ന് പറയാൻ അവരൊരിക്കലും വരില്ല. പക്ഷെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ പറ്റിച്ചതാണെന്ന്. ഒരു പോയിന്റില് തൻ്റെ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അവൾക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു. അവൾ ഒരുപാട് അലഞ്ഞു. എന്നിട്ട് അവൾ ആ സാഹസത്തിന് മുതിർന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാനൊരു കുഞ്ഞു കവിത പോലെ എഴുതിയിട്ടുണ്ട്. കവിതയെന്ന് പറയാവോ എന്നറിയില്ല, എനിക്ക് കവിത ചൊല്ലാനും അറിയില്ല. പക്ഷെ ഞാനത് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ഞാൻ അലയെന്നാണ് ആ കവിതയ്ക്ക് പേരിട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവനെ കാണാതെ അലഞ്ഞവൾ കടലിൽ ചാടി. അവളുടെ ശരീരം അവകാശിയെ കണ്ടെത്താൻ കടൽ തിരയെ ഏൽപ്പിച്ചു. തിര അവകാശത്തെ തേടി ഓരോ തീരവും തൊട്ടു. പരാജയപ്പെട്ട തിര അവളെ പാറക്കൂട്ടത്തിൽ ഒളിപ്പിച്ചു. അവകാശി കൊണ്ടുപോയോ? കടലിന്റെ ചോദ്യത്തിനു മുമ്പിൽ കള്ളം പറയാനാകാതെ തിരയുടെ കണ്ണു നിറഞ്ഞു. കടൽ പാറക്കൂട്ടം തേടി പാഞ്ഞു. അവൻ അവളെ കണ്ടെത്തുമ്പോൾ അവൾ പാതി മാഞ്ഞിരുന്നു. ഇനിയൊരു അവകാശിക്കും വിട്ടുകൊടുക്കില്ല എന്ന് അവളെ കോരിയെടുത്ത് കടൽ കരയിലേക്ക് വിളിച്ചു പറഞ്ഞു. വെള്ളാരമണലിൽ തീർത്ത അവന്റെ കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിലെ ചുഴിയിൽ അവൻ അവളെ ഒളിപ്പിച്ചു. പാവം, അവളെന്ത് ചെയ്യുമല്ലേ? പക്ഷെ കടൽ ചെയ്തതല്ലേ ശരി. ഇനി അവളെ ആർക്കെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ?